ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബിഗ്ക്വറിയിലെ കുറച്ചധികം കമാൻഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡുകൾ ഇതാണ്: റൗണ്ടാണ്, ഇനിറ്റ് ക്യാപ്പ്, കണ്ടീഷണൽ, അപ്പർ, ലോവർ, ഇന്ന്, നോട്ട്, ഓർ, ആൻഡ് ബിറ്റ്വീൻ, ലെങ്ത് എന്നുള്ള ഫംഗ്ഷൻ, അതേപോലെ വേറെ എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇത്ര കമാൻഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഒന്ന് നോക്കാം. എന്താ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് കമാൻഡാണ്. ഓക്കെ, ഈ റൗണ്ട് കമാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതാണ് നമ്മളെ ഡാറ്റ. ഫാമേഴ്സ് ഡാറ്റ എന്നുള്ളതിൽ കസ്റ്റമർ ടേബിൾ ഉണ്ട്, കസ്റ്റമർ പർച്ചേസ് ടേബിൾ ഉണ്ട്, വെണ്ടർ ടേബിൾ ഉണ്ട്, വെണ്ടർ ഇൻവെൻറ്ററി ഉണ്ട്. 4 ടേബിളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ റൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി, റൗണ്ട് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെണ്ടർ ഇൻവെൻറ്ററി എന്നുള്ള ടേബിൾ നമ്മൾ അത് റീഡ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് വെണ്ടറിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സെലക്ട് കമാൻഡാണ്. സെലക്ട് ഓൾ. ഓക്കെ, സ്റ്റാർ ഇട്ടാൽ ഓൾ എന്നുള്ളതാണ്. ഓക്കെ, സെലക്ട് ഓൾ ഫ്രം ഇവിടെ എന്താണ്, ഫ്രം ഫാർമർ ഡാറ്റ വെണ്ടർ ഇൻവെൻറ്ററി. ഓക്കെ, ഇനി ഇതൊന്ന് സെലക്ട് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, വെണ്ടർ ഇൻവെൻറ്ററിയിൽ ഈ ടേബിളിൽ എന്തെല്ലാം ഉണ്ട്? മാർക്കറ്റ് ഡാറ്റ ഉണ്ട്, മാർക്കറ്റ് ഡേറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, വെണ്ടർ ഐ ഡി ഉണ്ട്, ഇനി പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ട്, ഒറിജിനൽ പ്രൈസും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ ക്വാണ്ടിറ്റി ഇതിൻ്റെ സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ക്വാണ്ടിറ്റിൻ്റെ സമ്മ്. ഓക്കെ, അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റിൻ്റെ സമ്മ് മാത്രം മതി. ഓക്കെ, അതിന് ഞാൻ ഒരു എലമെൻറ്റ് സെലക്ട് ഞാൻ ഒന്നും അടിക്കുന്നില്ല, ഫ്രം എടുത്തതിന് ഫ്രം ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ക്വാണ്ടിറ്റി അടിക്കുള്ളൂ. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടേബിൾ സെലക്ട് ചെയ്താൽ അതിലുള്ള കോളങ്ങൾ നമുക്ക് ഹിൻ്റായിട്ട് തരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്താൽ മതി, എഴുതേണ്ട ആവശ്യമില്ല. എഴുതുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ അപ്പർ കേസ് ലോവർ കേസോ സ്ലാഷ് എന്തെങ്കിലും മാറിപ്പോയാൽ അത് എററാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അത് ചൂസ് ചെയ്യാം. ഇവിടെ ഫ്രം ഫാർമർ ഡാറ്റ. ഓക്കെ, ഫാർമർ ഡാറ്റ വെണ്ടർ ഇൻവെൻറ്ററി സെലക്ട് ചെയ്യും. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഇതാണ് ടേബിൾ. ഈ ടേബിളിൽ നിന്ന് ക്വാണ്ടിറ്റി എന്നുള്ള കോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്യുക, റൺ ചെയ്ത് വെക്കുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെലക്ട് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്നുള്ള ടേബിൾ സെലക്ട് ചെയ്ത് ഇതിലെ ടോട്ടൽ സമ്മണിക്കുക എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സം ചെയ്യാം. ഈ ക്വാണ്ടിറ്റി ആണ് അതിൽ ഒരൊറ്റ കോളായിട്ട് അതിൽ എത്ര സം ഉണ്ടെന്ന് അറിയണം. ഓക്കെ, സം എന്നുള്ള ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുക. ഇത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ പെട്ടതാണ് സം. ദെൻ സം ഓപ്പൺ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ ഏത് കോളമാണ് വേണ്ടത് അതിൻ്റെ കോളത്തിന് നെയിം ചെയ്താൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് സം എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 29,621.18 ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ
ഇതിൽ ഡെസിമൽ പോയിന്റ് 118 അല്ല ഉള്ളത്. ഇതിൽ ഒറ്റ ഡെസിമൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അതിനാണ് റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സാധാരണ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന റൗണ്ട് തന്നെയാണ്. റൗണ്ട് നമ്മൾ ആദ്യം എഴുതേണ്ട റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് സമ്മിൻ്റെ മുന്നിൽ നമ്മൾ റൗണ്ട് കൊടുക്കും. റൗണ്ട് തന്നെ ഓപ്പൺ ദ ബ്രാക്കറ്റ്, എന്നിട്ട് എത്ര ഡെസിമലാണ് വേണ്ടത് സെലക്ട് ചെയ്യാൻ ഫോം ഇട്ടിട്ട് ഡെസിമൽ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഇത് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ 29,621.2 ഒറ്റ ഡെസിമലായിട്ട് ചുരുങ്ങി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ ഈ സെലക്ട് ചെയ്യുമ്പോൾ ഈ കോളത്തിൽ എന്തായിട്ടുണ്ട്, ഇതിൻ്റെ നെയിം എഫ് നോട്ട് അണ്ടർസ്കോർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി വേണം. ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി ആക്കണം. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈ റൗണ്ട് ഫംഗ്ഷൻ ഈ സെലക്ട് ചെയ്ത കോളത്തിന് ശേഷം ആസ് എന്നിട്ട് കൊടുക്കുക. ആസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി ഞാൻ സെലക്ട് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, റൺ ചെയ്യുക. നോക്കിക്കോളൂ, കണ്ടോ, ടോട്ടൽ ക്വാണ്ടിറ്റി 29,621.2. അപ്പോൾ ഇതാണ് നമ്മുടെ റൗണ്ട് ഫംഗ്ഷൻ. എന്നാണ് നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഓക്കെ, റൗണ്ട് ഫംഗ്ഷനായി. ഇനി അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏത് ഫംഗ്ഷൻ വെച്ചാൽ അടുത്ത യൂസ് ചെയ്യുന്നത് ഇനിറ്റ് ക്യാപ്പ് അതേപോലെ അപ്പർ ലോവർ കേസും. ഇനിറ്റ് ക്യാപ്പ് ഇതിൽ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ലോവർ ടേബിളിലെ എല്ലാ ഡീറ്റെയിലും ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത്ര ഈ 3 ഫംഗ്ഷനാണ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് അപ്പർ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് അപ്പർ എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യുക, ഒരു കോളം സെലക്ട് ചെയ്യുക, സെലക്ട് ഫ്രം ഫാർമർ ഡാറ്റ കസ്റ്റമർ എടുക്കുന്നത്. ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് സെലക്ട് ഓൾ ഫാർമേഴ്സ് കസ്റ്റമർ റൺ ചെയ്യുക. ഇതിലെ കോളങ്ങൾ ഏതൊക്കെ നോക്കാം. കസ്റ്റമർ ഐ ഡി, ഫസ്റ്റ് നെയിം. ഓക്കെ, ഇവിടെ നെയിം ഉണ്ട്. കസ്റ്റമർ ലാസ്റ്റ് നെയിം. ഇവിടെ നെയിം ശ്രദ്ധിച്ചില്ല. ഫസ്റ്റ് നെയിമിൽ ഫസ്റ്റ് ആൽഫബറ്റ് മാത്രം ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ. ഇനി ഇതിൽ ഈ ഫസ്റ്റ് നെയിമിലെ മൊത്തം ലെറ്റേഴ്സും ക്യാപിറ്റൽ ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ്റെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെ സെലക്ട് ഫ്രം ഫാർമർ ഡാറ്റ ഡോട്ട് കസ്റ്റമർ. ഓക്കെ, ഇതിൽ കസ്റ്റമർ ഫസ്റ്റ് നെയിം ഇതാണ് എനിക്ക് കോളം വേണ്ടത്. അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഞാൻ കോപ്പി എടുക്കുന്നു, പേസ്റ്റ്. കസ്റ്റമർ ഫസ്റ്റ് നെയിം. അത് റൺ ചെയ്ത് നോക്കുക. ആ കോളം കിട്ടി. പക്ഷേ ഇതിൽ ഫസ്റ്റ് നെയിമും എല്ലാ നെയിമും ഫസ്റ്റ് നെയിമിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയുള്ള സ്മോൾ. ഇതിനെ ഞാൻ അപ്പർ ആക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഈ അപ്പർ എന്നുള്ള ഫംഗ്ഷനോടെ ചെയ്യുക. അപ്പർ ഓപ്പൺ ദ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആ കോളം നെയിം ചെയ്ത് അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഇത് നമുക്ക് റൺ ചെയ്യാം. ഈ കോളം നിങ്ങൾക്ക് കണ്ടോ, ഇപ്പോൾ ഇതിൽ നെയിം മൊത്തം ക്യാപിറ്റലായി. ഇനി ഇതിനെ ഞാൻ പുതിയ ന്യൂ നെയിം എന്നുള്ളതിൽ സേവ് ചെയ്ത്. ഓക്കെ, ന്യൂ നെയിം സേവ് ചെയ്ത് പുതിയ കോളായിട്ട് സേവ് ചെയ്തു.
ന്യൂ നെയിം ഈസ് ഈക്വൽ ഫസ്റ്റ് നെയിമിൻ്റെ അപ്പറിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കുന്നത് ലോവർ. ഇതിനെ തന്നെ ലോവർ ആക്കണമെന്നുണ്ടെങ്കിലോ ഈ ന്യൂ നെയിമിൽ ആക്കിയതിനെ മൊത്തം നമുക്ക് ലോവർ ആക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ലോവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലോവർ കമാൻഡ് ആക്കുക. ലോവർ എന്നുള്ള ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നെയിം ഇനി ഇതിൽ ഈ കസ്റ്റമറിൽ തന്നെ ടേബിൾ ഒന്ന് നോക്കുക. കസ്റ്റമർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊത്തം എനിക്ക് സ്മോൾ ലെറ്റർ ആക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് സെലക്ട് ഫ്രം ഫാർമർ ഡാറ്റ ഡോട്ട് കസ്റ്റമർ. ഓക്കെ, അതിൽ നിന്ന് ലാസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അല്ല, കസ്റ്റമർ ലാസ്റ്റ് നെയിം. കസ്റ്റമർ ലാസ്റ്റ് നെയിം. ഈ കസ്റ്റമർ ലാസ്റ്റ് നെയിമിനെ നമുക്ക് മൊത്തം ലോവറിലാക്കണം. അപ്പോൾ ഇവിടെ ലോവർ കൊടുക്കാം. ലോവർ ഓപ്പൺ ദ ബ്രാക്കറ്റ് ക്ലോസ് ദ ബ്രാക്കറ്റ്. ഓക്കെ, ഇത് റൺ ചെയ്താൽ നമുക്ക് എല്ലാ കസ്റ്റമർ ലാസ്റ്റ് നെയിം ഫുള്ള് ലോവറിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി ക്യാപ്പ്. ഓക്കെ, ഈ ക്യാപ്പ് ഇതാക്കണം. ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടല്ലോ, അപ്പറിനുള്ള ടേബിൾ നോക്കൂ. ഇവിടെ നമുക്ക് റൺ ചെയ്യാം അപ്പർ. ഓക്കെ, ഈ ടേബിൾ ജെയിന് മൊത്തം ജെയിനുള്ളത് എല്ലാം ക്യാപിറ്റലാണ്. ഇതിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂ നെയിം എന്നുള്ളതിനെ നീറ്റ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നീറ്റ് ക്യാപ്പ് ഓപ്പൺ ദ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇതൊന്ന് റൺ ചെയ്യുക. ഈ കോഡ് റൺ ചെയ്താൽ നമുക്ക് അത് കിട്ടും. കണ്ടോ, കൺവേർട്ടായി. ന്യൂ നെയിമാണ്. ഈ ഡാറ്റ അനലിസ്റ്റിൽ നമുക്ക് ഒറിജിനൽ ടേബിളിൽ നമ്മളെന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ കോപ്പിയാണ് നമ്മളെല്ലാം ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ, പ്രത്യേകം ഓർക്കണം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇൻ എന്നുള്ളത് നോട്ട് നോട്ട്. ഓക്കെ, ഈ രണ്ട് കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിൽ കസ്റ്റമർ ഈ ടേബിൾ തന്നെ എടുക്കുന്നത് ഞാൻ. ഓക്കെ, സെലക്ട് ഫ്രം ഫാർമർ ഡാറ്റ ഡോട്ട് കസ്റ്റമർ. ഓക്കെ, സെലക്ട് ഫാർമർ ഡാറ്റ ഫ്രം കസ്റ്റമർ. ഇതിൽ നമ്മൾ എടുക്കുന്നത് കസ്റ്റമർ ഐ ഡി. എനിക്ക് വേണ്ടത് കസ്റ്റമർ ഐ ഡി വേണം, ഫസ്റ്റ് നെയിം വേണം, കസ്റ്റമർ ഫസ്റ്റ് നെയിം. ഈ രണ്ട് ടേബിളാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേബിള് ഞാനൊന്ന് റൺ ചെയ്യുന്നു ജസ്റ്റ്. നമുക്ക് അതിലെന്തെല്ലാം ഉണ്ടെന്ന്. കസ്റ്റമർ ഐ ഡിയിൽ 1 മുതൽ ഇങ്ങനെ 28 കോളുണ്ട്. അല്ല, 28 കോളായി, ടോട്ടൽ 28 റോസ് ഉണ്ട്. ഓക്കെ, കസ്റ്റമർ ഫസ്റ്റ് നെയിം. ഇതിൽ എനിക്ക് ഇതിൽ ആദ്യത്തെ എനിക്ക് വേണ്ടത് കസ്റ്റമർ ഐ ഡി 1516. ഓക്കെ, അത് മാത്രമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൽ തന്നെ ഒരു വേർ കമാൻഡ് ഉണ്ടല്ലോ, അവിടെ ഈ വേർ കമാൻഡ് കൂടി വേർ യൂസ് ചെയ്യാം. നമുക്ക് കോളത്തിൽ ഒന്ന് ഫിൽട്ടർ ചെയ്യണമെങ്കിലാണ് വേർ യൂസ് ചെയ്യുന്നത്. വേർ കസ്റ്റമർ ഐ ഡി
ID in എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏതൊക്കെയാണ്? 1 വേണം, 6 വേണം, 15 വേണം. ഈ 15 ഇത്ര കസ്റ്റമർ ഐ ഡിയിലുള്ള ഡീറ്റെയിൽസ് മാത്രം മതി. എന്നിട്ട് അന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ട 1, 6, 15 മാത്രമുള്ള കസ്റ്റമർ ഐ ഡി നമുക്ക് കിട്ടി. അതിനാണ് ഇനി കിട്ടുന്നത്. ഇനി ഇതല്ലാത്ത മറ്റേ ഇതിന് കിട്ടാനാണ് ഈ 1, 6, 15 അല്ലാത്ത ബാക്കി കസ്റ്റമർ ഐ ഡിനാണ് കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത കമാൻഡ് ആയ നോട്ട് എന്നുള്ള നോട്ടിൻ, ഓക്കെ, നോട്ട് യൂസ് ചെയ്ത് നോട്ടിൻ കൊടുക്കാം. ഓക്കെ, അതിന് ഇൻ കമാൻഡ്. ഇനി അടുത്തത് നോട്ടിനാണ്. നോട്ടിൻ കമാൻഡ്, ഓക്കെ, നോട്ടിൻ കമാൻഡ് യൂസ് ചെയ്ത് ഞാൻ ഇത് സെയിം തന്നെ സ്കോപ്പ് ചെയ്ത് വീഡിയോ ലെങ്ത് കൊണ്ട് വെച്ചിട്ട് നോട്ടിൻ ഇവിടെ ഇന്നിന് പകരം എന്താക്കുന്നു, നോട്ടിൻ ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ ജൈന് പെറ്റി ഡാറിൽ ഈ മൂന്നല്ലാത്ത എല്ലാ കസ്റ്റമർ ഐ ഡി വരണം. ഉണ്ടോ? ബാക്കി 28 അല്ലേ ഉണ്ടായിരുന്നു, 27 കസ്റ്റമർ ഐ ഡി വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ നോട്ടിൻ്റെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഓക്കെ, ഇനി നമ്മൾ ഓർ ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ഈ മൂന്ന് കമാൻഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇതിൽ നമ്മളിവിടെ കസ്റ്റമർ ഐ ഡി കൊടുത്തത്. ഇനി നമ്മൾ കസ്റ്റമർ ഐ ഡിയും ഇതിൽ ഫസ്റ്റ് നെയിം നമ്മൾ നോക്കാം. ഫസ്റ്റ് നെയിം ജാനറ്റ് എന്നും കൂടി വേണം. കസ്റ്റമർ ഐ ഡി ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയാം കസ്റ്റമർ ഐ ഡി 1, 6, 15 ഉള്ളതും നമുക്ക് വേണം. അതേപോലെ തന്നെ പിന്നെ അയാൾ വേറെ പ്രിഫറൻസും കൂടി പറയാം സോർട്ടിങ്ങിന്. കസ്റ്റമർ ഫസ്റ്റ് നെയിമിൽ എന്താണ് ജാനറ്റ് എന്നുള്ളത്. ഓക്കെ, ജാനറ്റ്, ഈ ജാനറ്റ് എന്നുള്ളത് വരുന്ന രീതിയിൽ നിങ്ങൾ സോർട്ട് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കണം? അതിനാണ് ഇതിന് ശേഷം ഓർ എന്നുള്ള കമാൻഡാണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ അത് ആ ടേബിൾ എന്താക്കണം? ഡിസ്പ്ലേ ചെയ്യണം. ആൻഡ് ആണെങ്കിൽ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ന് അല്ല ഓർ, അതുപോലെ തന്നെ ആൻഡും. പിന്നെ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് പറഞ്ഞിട്ട് ആ റേഞ്ചിൻ്റെ ഇടയിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സോർട്ട് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓർ യൂസ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ഓർ സ്റ്റേറ്റ്മെന്റ്. ഓർ എങ്ങനെ യൂസ് ചെയ്യുന്നത്? സെലക്ട് ഫ്രം ഫാർമർ ഡാറ്റ ഡോട്ട് കസ്റ്റമർ ഫാർമർ ഡാറ്റ ഡോട്ട് കസ്റ്റമർ. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ കസ്റ്റമർ ഐ ഡി സെലക്ട് കസ്റ്റമർ ഐ ഡി കസ്റ്റമർ ഫസ്റ്റ് നെയിം. ഓക്കെ, ഇത്രയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓർ കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? അതിന് വേറെ യൂസ് ചെയ്യണം. ഈ സെയിം സംഭവം തന്നെ നമ്മൾ എടുക്കുന്നത്. കസ്റ്റമർ ഐ ഡി നോട്ട് ഇൻ, കസ്റ്റമർ ഐ ഡി ഇന്നുള്ളതല്ലേ, ഇത് കോപ്പി ചെയ്യുന്നു. കസ്റ്റമർ ഐ ഡി 6, 5, 16. ഇനി അതിന് പുറമെ ഒരു അനദർ കോളത്തിൻ്റെ ഒരു കണ്ടീഷനും കൂടി ഞാനിവിടെ കൊടുക്കുക. ഓക്കെ, കസ്റ്റമർ ഫസ്റ്റ് നെയിം ഏതായിരിക്കണം?
അത് ബ്രാക്കറ്റിലുണ്ട്. ജാനറ്റ് അല്ലേ? ജാനറ്റ്. ഓക്കെ, ജാനറ്റ്. ഓക്കെ, ഇത്ര ഈ രണ്ട് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കോളം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അൺഎക്സ്പെക്റ്റഡ്